നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്നാണ് സമയം കിട്ടിയത്. വളരെയധികം തിരക്ക് കാരണമായിരുന്നു. ഇനിയും പരമാവധി വേഗത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇലക്ട്രോണിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, അതുപോലെ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വളരെ ക്രൂഷ്യലായ ഈ ഒരു പാർട്ട് ഇലക്ട്രോണിക്സിൻ്റെ പഠന രീതിയെക്കുറിച്ച് ഈ വീഡിയോയിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് കമ്പോണൻ്റൊക്കെ പഠിച്ചു കഴിഞ്ഞു. ട്രാൻസ്ഫോമർ പഠിച്ചു, കപ്പാസിറ്റർ പഠിച്ചു. ഇങ്ങനെ നിങ്ങൾ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കമ്പോണൻ്റ് മാത്രം പഠിച്ച് പോയിക്കൊണ്ടിരുന്നാൽ, അത് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ എവിടെ എത്താൻ കഴിയില്ല. മറിച്ച് നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയാണ് നോക്കുന്നത്. അതിനാദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലെ അവൈലബിളായ പല കൊച്ചു കൊച്ചു PCBകളും കിട്ടും, വയേർഡ് ബോർഡുകൾ കിട്ടും. അത് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. മുഴുവൻ പ്ലെയിൻ PCB ആണെങ്കിൽ പ്ലെയിൻ PCB, ഇതുപോലെ വയേർഡ് ചെയ്ത ബോർഡുകളാണെങ്കിൽ അങ്ങനത്തെ ബോർഡുകൾ, ഇതൊക്കെ സംഘടിപ്പിക്കുക. എന്നിട്ട് ട്രേസിങ് എന്ന് പറയും. ട്രേസിങ് ആദ്യം ഇതിനകത്ത് കമ്പോണൻ്റ് അറിയാവുന്ന കമ്പോണൻ്റൊക്കെ ഒന്ന് പരിചയപ്പെടുക. ഇനി ഇതിലിപ്പോൾ എന്താണ്, ഇവിടെ നമ്പർ എഴുതി കാണും. 7805 എന്നാണെങ്കിൽ ഇതൊരു 5 വോൾട്ട് പോസിറ്റീവ് റെഗുലേറ്റർ IC ആണ്. ഇതിന് എത്ര ലെഗ് വരുന്നുണ്ട്? 3 വരുന്നുണ്ട്. 1, 2, 3. പിന്നെ അടുത്ത സംശയം, ഇത് ഇൻപുട്ട് ഏതാണ്, ഔട്ട്പുട്ട് ഏതാണ്, എന്തൊക്കെയാണ് വരുന്നത്? ഈ 7805 സംബന്ധിച്ച് ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് പിടിച്ചോളൂ. ഒരു സ്ക്വയർ ഇടുന്നു, 3 ലെഗാണല്ലോ കാണുന്നത്. ഇങ്ങനെ പേര് വായിക്കത്തക്ക രീതിയിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, പേര് വായിക്കത്തക്ക രീതിയിൽ പിടിക്കുന്ന സമയത്ത് ഈ ഇടത്തെ അറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻപുട്ടാണ്. ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ 5 വോൾട്ട് റെഗുലേറ്റർ. 05 ആണെങ്കിൽ 5 വോൾട്ട് ആയിരിക്കും. പുറത്തൂടെ നമുക്ക് എപ്പോഴും ഫിക്സഡ് 5 വോൾട്ട് മാത്രമാണ് കിട്ടുന്നത്. സെൻറ്റർ പിന്നെ ഗ്രൗണ്ട്, എർത്ത് ചെയ്യണം, ഗ്രൗണ്ടിൻ്റെ സിമ്പിൾ. ഇവിടെ ഒരു 9 വോൾട്ട്, 5നേക്കാൾ കൂടുതൽ 9 കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 12 കൊടുത്താലും വർക്ക് ചെയ്യും, 18 കൊടുത്താലും വർക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് ചൂടാവാതിരിക്കാൻ വളരെ ഹീറ്റ് വരുന്നതുകൊണ്ട് ഒരു അലുമിനിയത്തിൻ്റെ പീസ്, ഹീറ്റ് സിങ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വെച്ച് നിങ്ങൾ നട്ടും ബോൾട്ടോട്ട് മുറുക്കേണ്ടി വരും. സാധാരണഗതിയിൽ അപ്പോൾ 9 വോൾട്ട് പഠിച്ചാൽ മതി. അപ്പോൾ എന്താ, ഇതിൻ്റെ പ്രവർത്തന രീതി മനസ്സിലായി. മൈക്രോ കൺട്രോളർ പോലുള്ള കൃത്യമായ 5 വോൾട്ട് വേണം. കൂടാനും കുറയാനും പാടില്ല. ഇൻപുട്ടിലെ വേരിയേഷനും വ്യത്യാസം വരാതെ തുടർച്ചയായി ഒരുപോലെ കിട്ടണമെങ്കിൽ 1 ആംപിയർ കപ്പാസിറ്റി വരെ 5 വോൾട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റാണ് 7805 റെഗുലേറ്റർ IC. അപ്പോൾ ഇൻപുട്ടിൽ 9, 12 എത്രയും കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ 5 വോൾട്ട് സ്ഥിരമായിട്ട് DC കിട്ടും. പോസിറ്റീവാണ് കിട്ടുക, പ്രത്യേകം ഓർക്കുക. ഇത് തന്നെ ഇനി നെഗറ്റീവ് റെഗുലേറ്ററും വരുന്നുണ്ട്. അപ്പോൾ കാഴ്ചയിൽ ഇതുപോലെ തന്നെ ഇരിക്കും, സെയിം ഇങ്ങനെ തന്നെയാണ് സംഭവം, ഇതിൻ്റെ ലെഗൊക്കെ. പക്ഷേ ഇൻപുട്ട് കണക്ഷൻ മാറും. 7905 എന്ന് പറയും. ഇത് നെഗറ്റീവ് റെഗുലേറ്റർ എന്ന് പറയും. ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇതിന് സെൻറ്ററായിരുന്നല്ലോ ഗ്രൗണ്ട്, പക്ഷേ ഇതിന് ഈ ലെഫ്റ്റ് എൻഡ് 1ാമത്തെ പിന്നിന് ഗ്രൗണ്ടാണ്, 2ാമത്തെ പിന്നാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഇതിന് ഈ പറഞ്ഞ പോലെ 9 വോൾട്ടോ 12 വോൾട്ടോ എല്ലാം നമുക്ക് നെഗറ്റീവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കിട്ടുന്നത് നമുക്ക് നെഗറ്റീവ് ഔട്ട്പുട്ടായിരിക്കും. ഡ്യുവൽ സപ്ലൈ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡ്യുവൽ സപ്ലൈ അത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ഫോമർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ടാപ്പ് ഗ്രൗണ്ട് ചെയ്യും. പിന്നെ ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയും, 4 ബ്രിഡ്ജ് റെക്ടിഫയർ കൊടുത്തതിന് ശേഷം നമ്മളതിനെ നോക്കിക്കോളും, ഇങ്ങനെ കൊടുക്കുന്നു. വീണ്ടും ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് AC കൊടുക്കുമ്പോൾ ഒരു വശത്ത് പ്ലസ് കിട്ടും, ഒരു വശത്ത് മൈനസ് കിട്ടും. ഇപ്പോൾ ഇത് 909 ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ 2 നെഗറ്റീവ് വോൾട്ടേജും പോസിറ്റീവ് വോൾട്ടേജും തമ്മിൽ അളക്കുന്ന സമയത്ത് അവിടെ 18 വോൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കപ്പാസിറ്റർ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കപ്പാസിറ്റർ വരും ഇലക്ട്രോളിറ്റിക്. ഒന്നിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൂടി ഷോർട്ട് ചെയ്തതിനു ശേഷം സെൻറ്റർ ഇവിടെ കൊടുക്കും. ഇവിടെ നിന്ന് നമുക്ക് പോസിറ്റീവ് കിട്ടും, ഇവിടുന്ന് നെഗറ്റീവ് കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് DC അത് 9 വോൾട്ട് ആയിരിക്കും. അതുപോലെ ഇങ്ങോട്ട് പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ഭാഗത്തേക്ക് പോസിറ്റീവ് നോക്കുമ്പോൾ രണ്ടും ഈക്വൽ 9 ആയിരിക്കും. 2 അറ്റം തമ്മിൽ അളക്കുന്ന സമയത്ത് 18 ആയിരിക്കും. സെൻറ്റർ എർത്തായിരിക്കും കോമൺ. ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെയാണ് ഈ IC രണ്ടും യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് വരച്ച് പഠിക്കണം. ഇനി നിങ്ങളിങ്ങനെ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഒരു IC നമ്മൾ കാണുന്ന സമയത്ത് ICൻ്റെ പിൻ നമ്പർ നമുക്കറിയാം. ഇവിടെ ഒരു കട്ടിങ്സ് കാണാം, ചെറിയ കട്ടിങ്സ് വരുന്നുണ്ട്. കട്ടിങ്സ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഇവിടെ അതിന് പിൻ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് എണ്ണുന്ന സമയത്ത് 1, 2, 3, 4 കഴിഞ്ഞാൽ 5, 6, 7, 8 പിന്ന്. പക്ഷെ നമ്മളിത് ബോർഡിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ പിക്ചർ മാറുന്നു. അപ്പോൾ ബോർഡിലേക്ക് നമ്മൾ വെച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നു,
ഇത് വലിയ പിന്നിൻ്റെ 18-28 പിൻ്റെ IC ആണെങ്കിൽ ഞാൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. നമ്മളിങ്ങനെ ബോർഡിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വെക്കുന്ന സമയത്ത് പിൻ നമ്പർ ഇവിടെയാണെന്ന് വിചാരിക്കുക. പിൻ നമ്പർ 1 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡ് നമ്മളിങ്ങനെ തിരിച്ച് പിടിക്കുന്ന സമയത്ത് എന്തായി, പിൻ നമ്പർ 1 ഇവിടെ വരും. ഇവിടെ ഉള്ളത് ഇവിടെ. ഇതൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ട്രേസിങ്ങിൻ്റെ സമയത്ത്. നിങ്ങൾക്ക് ഏത് സമയം ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ പരിശോധിക്കണം. ഇതിലാണ് ഇലക്ട്രോണിക്സിൻ്റെ പഠനം, ഇവിടെയാണ് തുടങ്ങുന്നത്. ഇതാണ് ഇലക്ട്രോണിക്സ്. ബാക്കിയൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക് വന്നോളും. അപ്പോൾ പിൻ നമ്പർ 3 വോൾട്ടേജ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇവിടെ നിന്ന് എണ്ണിയാൽ ശരിയാവില്ല. ഇനി ഇവിടെ നിന്നാണ് എണ്ണുന്നെങ്കിൽ 1, 2, 3 നമുക്ക് ഇവിടെ നിന്ന് അറിയാം. തിരിച്ച് അടിവശത്ത് നിന്ന് നടക്കേണ്ട ഒരു ചിലത് അഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഇവിടുന്ന് 1, 2, 3 ഇങ്ങനെയാണ്. പിന്നെ 8ാമത്തെ പിന്നിൽ എത്രയാണ്. ഇനി 8ാമത്തെ പിന്നിൽ വേറെ എന്തെങ്കിലും കമ്പോണൻറ്റ് റെസിസ്റ്റൻസോ എന്തെങ്കിലും, ഇതിപ്പം സിൽക്ക് സ്ക്രീൻ ഉണ്ട്, ഇതില്ലാത്ത പ്ലെയിൻ ബോർഡും കാണും. ഇതിലാകുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് കപ്പാസിറ്ററിനൊക്കെ ചിത്രങ്ങൾ കാണും. മറ്റേത് ഇവിടെ റിലേൻ്റെ ചിത്രം കാണും. മറ്റേതിന് അതുപോലും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത് വെച്ച് ഇങ്ങനൊരു ബോർഡിനെ നിങ്ങൾ ഇതുപോലൊരു സ്കീമാറ്റിക് ആയിട്ട് വരച്ചെടുക്കണം. അങ്ങനെ 1 മാസമോ 2 മാസമോ ഇരുന്ന് എത്ര ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. അതോടുകൂടി നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞു. അതാണ് അതിൻ്റെ ശരിയായ പഠന രീതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചെടുക്കുക. അപ്പം ഇത് കണ്ടാൽ ഇതും മനസ്സിലാവും, ഇത് കണ്ടു കഴിഞ്ഞാൽ അതും മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഏത് ബോർഡ് കണ്ടാലും മനസ്സിലാവും. ഇപ്പോൾ എന്ത് ബോർഡോ ആയിക്കോട്ടെ, ഇതിൻ്റെ കണക്ഷൻസ് വരച്ചെടുക്കാൻ ഇപ്പോൾ സർക്യൂട്ട് പഠിക്കണം എന്നൊന്നുമില്ലല്ലോ. ആദ്യം ചെറിയ ബോർഡ് എടുക്കുക. IC അറിയാത്ത നമ്പറാണെങ്കിൽ അതിൻ്റെ ഒരു പടം വരച്ചിട്ട് അത്രയും പിൻ നമ്പർ എഴുതി വെക്കുക. 1, 2, 3 പിൻ നമ്പർ ഇടാം. പിന്നെ ഇതെന്താണ് സംശയം വന്നാൽ അതൊരു ഇൻഡക്ടറാണ്, ഫെറൈറ്റ് കോർ ഇൻഡക്ടറാണ്. അപ്പോൾ പഠിച്ചോളും. ഇതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഇത് 2 പിൻ കണക്ടറുകൾ. വയർ സോൾഡർ ചെയ്യാതെ നമുക്ക് ഔട്ടിലേക്ക് ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് വയർ കൊടുക്കാൻ വേണ്ടി കണക്ടേഴ്സ്. അപ്പോൾ 2 കണക്ടർ പഠിച്ചു. ഇത് വാരിയബിൾ റെസിസ്റ്ററാണ്. എന്ന് വെച്ചാൽ ഈ സ്ക്രൂ തിരിച്ചുകൊണ്ട് ഇതൊരു 10K ആണെങ്കിൽ 0 മുതൽ 10K വരെ തിരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പ്രീസെറ്റുകൾ, മൾട്ടി ടേൺ പ്രീസെറ്റ്, MTP എന്നൊക്കെ പറയും. ഇതെല്ലാം പഠിച്ചോളും. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് എങ്ങനെ ട്രേസ് ചെയ്യാം, വരയ്ക്കുക. ഇത്തരത്തിലൊരു ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നേരെ ചിത്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പഠന രീതി. ഇനി പ്ലെയിൻ ബോർഡ് കിട്ടിയ കമ്പോണൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത് പോസിറ്റീവുകൾ എവിടെയൊക്കെ പോകുന്നുണ്ട്, നെഗറ്റീവ് റെയിൽസ് ഏതാണ്, ICൻ്റെ ഓരോ പിന്നിന്നും ഒരു റെസിസ്റ്റർ പോകുന്നു, അവിടുന്ന് വീണ്ടും ഒരു കപ്പാസിറ്റർ പോകുന്നു. അങ്ങനെ വരച്ച് ഒരു എൻഡ് വരെ എത്തിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇത് അങ്ങനത്തെ വേറൊരു ടൈപ്പ് ബോർഡ്. ഡിഫറെൻറ്റ് ടൈപ്പ് കണക്ടേഴ്സ് വരാം. പിന്നെ അതിൽ റെഗുലേറ്ററീസ് ഇങ്ങനെ വെച്ച് ഹീറ്റ് സിങ്ങിൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഫിക്സ് ചെയ്യും. ചിലതിലടി ഡബിൾ സൈഡാണ്, 2 സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ചിലത് ബോർഡിൽ ഇവിടെ തന്നെ വരുന്നുണ്ട്, ട്രാൻസിസ്റ്ററുകൾ വരുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്പർ നോക്കിയതിന് ശേഷം അടിവശത്ത് ഇതിൻ്റെ എമിറ്റർ, ബേസ്, കലക്ടർ ഇതേതാണ് അവർക്ക് മാർക്ക് വേണമെങ്കിൽ പേന കൊണ്ട് എഴുതി വെക്കാം. ഇങ്ങനെ ട്രേസിങ്, ഇതാണ് ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും ശരിയായ പഠന രീതി. ഇങ്ങനെ നിങ്ങളൊരു 50 100 ബോർഡ് എല്ലാം പഠിച്ച് വരച്ച് കഴിഞ്ഞാൽ അതിന് പരിചയമില്ലാത്ത കമ്പോണൻറ്റ്, ഇതിപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വലുതാണ്. അപ്പോൾ അതിനകത്ത് കാണുക MFD 2000 വോൾട്ട് 25 വോൾട്ട്. പിന്നെ അതോട് എല്ലാ കപ്പാസിറ്റി നെഗറ്റീവ് ഒരു വശത്ത് മാർക്ക് ചെയ്തിരിക്കും, പോസിറ്റീവ് മാർക്ക്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പോസിറ്റീവായിരിക്കും. അങ്ങനെ പഠിക്കുക. ഇതാണ് ഹീറ്റ് സിങ്ക് എന്ന് ഞാൻ പറഞ്ഞു. റെഗുലേറ്റർ ചൂടാവാതിരിക്കാൻ വേണ്ടി 2 ഹീറ്റ് സിങ്ക് വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ട് അലുമിനിയത്തിൻ്റെ കട്ട. നമ്മളിതേ റെഗുലേറ്റർ IC പോലത്തെ IC ആണത്. പക്ഷേ ഇതിന് ചൂടാവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ 2 ഹീറ്റ് സിങ്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ IC വരുന്നു. ICക്ക് ബേസ്. ചില ICകളൊക്കെ നേരിട്ട് ബോർഡിൽ സോൾഡർ ചെയ്ത് അഴിക്കാൻ ബുദ്ധിമുട്ടോ എന്തേ ആവശ്യം വരുന്നതുകൊണ്ട് വെറുതെ ഒരു ബേസ് കൊടുക്കും. അതുപോലെ കാലി ബേസ് കൊടുക്കും. ബേസ് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ തന്നെ എന്തുമാത്രം കമ്പോണൻറ്റുകൾ നിങ്ങൾ പഠിച്ചു. ഇത് വോളിയം കൺട്രോൾസ്, വെറുതെ തിരിക്കാനുള്ള നോബുകൾ, ഇങ്ങനെയാണ് പഠിച്ച് വരുന്നതാണ്. ഇനി ഒരു ആംപ്ലിഫയറിൻ്റെ കാര്യം എടുത്താൽ ആംപ്ലിഫയറിന് ഇതേതാണ് IC യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹീറ്റ് സിങ്ക് ചൂടാവാതിരിക്കാൻ വേണ്ടി ഓവർ ഹീറ്റ് വരും. ഇത് കൊടുത്ത എല്ലാ കപ്പാസിറ്ററുകളും എഴുതിയെടുക്കുക. എന്നിട്ട് ICൻ്റെ ലെഗ് മുതൽ ഇതേപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോ വയറും എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഇതുപോലൊരു സ്കീമാറ്റിക് ഡയഗ്രമാക്കി നിങ്ങൾ വരയ്ക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് PCB ഡിസൈനിങ് പഠിക്കാൻ കഴിയൂ. ഇത് മനസ്സിലുള്ള ആൾക്ക് മാത്രമേ PCB വരയ്ക്കാൻ കഴിയൂ. അല്ലാതെ വേറെ ഒരു പടം വരയ്ക്കുന്ന പോലെ നോക്കി വരയ്ക്കുന്ന സാധനമല്ല PCB വരയ്ക്കുന്ന ആളെ മനസ്സിൽ ഈ കണക്ഷൻസ് മുഴുവൻ മനസ്സിലുണ്ടായിരിക്കണം. അത് നോക്കിയിട്ടാണ് വരയ്ക്കേണ്ടത്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു ജനറൽ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് PCB ഡ്രോയിങ്ങിൽ ഈ പ്രോസസ്സ് ട്രേസിങ് ഏറ്റവും അധികം ആവശ്യം വരുന്നത് PCB ഡിസൈനിങ്ങിലാണ്. അപ്പോൾ ഒരു ചെറിയൊരു PCB എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ഞാൻ സിസ്റ്റത്തിൽ വെച്ചുകൊണ്ട്
അത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. എനിവേ നിങ്ങൾ നാളെ തന്നെ ഇത്തരത്തിലുള്ള പഠനം ആരംഭിക്കണം. ഏറ്റവും ചെറിയ ചെറിയ സർക്യൂട്ട് കണ്ടുപിടിക്കുക, ആ സർക്യൂട്ട് വരച്ച് നോക്കുക. ഇനി സർക്യൂട്ട് ഇല്ലെങ്കിലും ഇനി എംബ്ലം, ഓരോന്നിൻ്റെ എംബ്ലം എന്ന് പറയും ഇതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ഫോൺ എടുക്കുന്നു, അതിൽ ഗൂഗിളിൽ ചെന്നിട്ട് ഇപ്പോൾ 7805 പിൻ ഔട്ട് അടിച്ച ഉടൻ തന്നെ അതിൻ്റെ പിൻ കണക്ഷൻസും അതിൻ്റെ വോൾട്ടേജ് ഡീറ്റെയിൽസ് എല്ലാം വരും. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എംബ്ലം, അപ്പോൾ അതിൻ്റെ ചിഹ്നം വരും. പോസിറ്റീവോടെ നെഗറ്റീവ്, PF കപ്പാസിറ്റർ, റെസിസ്റ്റർ, എന്ത് നിങ്ങൾ ടൈപ്പ് ചെയ്താലും അപ്പോൾ അതിൻ്റെ ചിത്രം വരും. അപ്പോൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അത് ഒന്ന് നോക്കിയതിന് ശേഷം 10-25 പ്രാവശ്യം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ സ്വയം അതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഓരോന്നും എല്ലാം പഠിച്ചതിന് ശേഷം ഇലക്ട്രോണിക്സിലേക്ക് കടന്നു വരാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും കടന്നു വരാൻ പറ്റില്ല, നല്ല രീതിയിൽ പഠിക്കാനും കഴിയില്ല. ഇതാണ് ശരിയായ രീതി. ഈ രീതിയിൽ നിങ്ങൾ കുറച്ച് അധ്വാനിച്ച് കഴിഞ്ഞാൽ അധികമൊന്നുമില്ല, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് വ്യത്യാസം വരാമെങ്കിലും 1-2 മാസത്തിനകം തന്നെ നിങ്ങൾ നല്ലൊരു പൊസിഷനിലെത്തും. അടുത്ത് ഞാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലുള്ള ഒരു PCB വരയ്ക്കുന്നതും ഡിസൈൻ ചെയ്യുന്നതും അതും കൂടി ഒന്ന് പറഞ്ഞു തരുന്ന സമയത്താണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുക. ശരി, നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് ഒരു PCB ഡിസൈനിങ് സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് മൊത്തം സോഫ്റ്റ്വെയർ. അതിലിപ്പോൾ ഇങ്ങനെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു 16 പിന്നിൻ്റെ പാഡ്സാണ്. ഈ ഓരോന്നിനെയും പാഡ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് പാഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റൗണ്ടുകൾ. നമ്മളൊരു പാഡ് എടുത്തത് മൗസിൻ്റെ അറ്റത്ത് നിൽക്കുക, അവിടെ ഞാൻ ഒരു പാഡ് ഇൻസ്റ്റോൾ വെച്ചത്. ഇതാണ് പാഡ് എന്ന് പറയുന്ന സാധനം, കണ്ടില്ലേ? ഈ പാഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് എന്ത് വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക, അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ്. പല ടൈപ്പ് മെഷർമെൻറ്റിലും അത് വരും. അപ്പോൾ അതുകൊണ്ട് ആ ടൈപ്പിലാണ് ചെയ്യുന്നത്. ഒരു പാഡും കൂടെ അവിടെ വെച്ചതാ, ഉണ്ടല്ലേ? ഇന്ന് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനവിടെ എന്ത് ചെയ്യാം, അത് ഒഴിവാക്കണമെങ്കിൽ ഇതവിടെ ഡിലീറ്റ് ഒബ്ജക്റ്റ് അതെടുത്തപ്പോൾ ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. എത്രത്തോളം കൃത്യമാണെന്ന് അറിയില്ല. ഇനി ഈ ഭാഗത്ത് ഇവിടെ C40, 55, 60, 30, 125 അങ്ങനെ പല വലുപ്പത്തിലുള്ള പാഡുകൾ നമുക്ക് കിട്ടും. അപ്പം ഞാൻ വേറെ കുറച്ച് വലുതൊന്നും എടുത്തിട്ട് വരാം നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്ര വലിയ പാഡ് കിട്ടി നമുക്ക്. അങ്ങനെ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് പാഡുകൾ കിട്ടും. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ പാഡുകൾ അതിന് ഐസിക്ക് ഇതുപോലെ 14 പിന്നാണോ അല്ലെങ്കിൽ എത്ര പിന്നാണോ അതിന് വേണ്ട അതിൻ്റെ ഇതുപോലെ ബേസ് മൊത്തം കിട്ടും. ഇങ്ങനെ ഐസിൻ്റെ കംപ്ലീറ്റ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഐസിക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളങ്ങനെ ഒരു ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം ഒരു ഇങ്ങനെ നമുക്ക് ഇതുപോലെ എടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പേസ്റ്റ് ചെയ്യാം. ഇനി ഇത് തമ്മിൽ കണക്ഷൻ കൊടുക്കുക. ഇതിനെ ഓരോന്നിനെയും ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതിനാണ് റൗട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ കണക്ഷൻ കൊടുക്കാൻ കണക്ഷൻ്റെ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഞാൻ വീണ്ടും എവിടെയാണോ വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞു. ഇവിടെ ജോയിൻ്റ് ഒന്ന് കൊടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നത് പാഡിന് തിക്നെസ് പോരാ. അത് നമുക്ക് തീരുമാനിക്കാം എത്ര വേണം എന്നുള്ളത് നേരത്തെ. അപ്പോൾ അതിലെടുത്ത പോലെ തന്നെ നമ്മളിവിടെ ചെന്നിട്ടിപ്പോൾ ഒരു കൂടിയ സൈസ് വേണമെന്ന് വിചാരിക്കാം, നമുക്ക് വീതി കൂടിയത്. അപ്പോൾ എത്ര ആണോ അല്ലെങ്കിൽ ടീത്താണോ അത് സെലക്ട് ചെയ്തതിനു ശേഷം വീണ്ടും ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു, വീതി കൂടി, കണ്ടില്ലേ? ഇങ്ങനെ ആവശ്യം എന്ന് വെച്ചാൽ ഓവർ കൂടാൻ പാടില്ല. ഇത് തമ്മിലൊന്നും ഒരു സ്ഥലത്തും ഒന്നും തമ്മിൽ അനാവശ്യമായിട്ട് ഷോർട്ടാവരുത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് മുഴുവൻ നെഗറ്റീവ് ലൈനാണ്, വേറൊരു ആവശ്യത്തിന് പോസിറ്റീവ്. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് റൗട്ട്സ് കൊടുത്താൽ അത് പോയി. അപ്പോൾ കമ്പോണൻസ് എടുത്ത് വെക്കാൻ പഠിച്ചു. പിന്നെ അതുപോലെ റെസിസ്റ്റർ വരുന്ന ഇവിടെ നോക്കിക്കോളൂ. ഇതാണ് റെസിസ്റ്ററിൻ്റെ ചിഹ്നം. ഇത് 2 ഡയോഡ്. ഇവിടെ ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ 3 കണക്ഷൻ സെൻറ്റർ ടൈപ്പുള്ള ടൈപ്പിൻ്റെ ഒന്ന് ഇവിടെ സെൻറ്റർ ഇവിടെയും 2 ഇവിടെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഉടനെ ഫിൽറ്റർ കപ്പാസിറ്റർ വേണം. ഞാൻ ഫിൽറ്റർ കപ്പാസിറ്ററിലോട്ട് കണക്ഷൻ കൊടുത്തു, പോസിറ്റീവ് കൊടുത്തു, നെഗറ്റീവ് കൊടുത്തു. പിന്നെ ഇവിടെ ഞാൻ റെഗുലേറ്റർ AC വെക്കുന്നു 7805. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ടൈപ്പ് ഗ്രൗണ്ട് ചെയ്യുന്നു, അതിൻ്റെതായ കണക്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കണക്ഷൻ കൊടുത്ത് പോകുന്നത്. അപ്പോൾ ഇത്രയും ഇത് ശരിക്കും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ കഴിയൂ. ഇങ്ങനെ PCB ഡിസൈൻ ചെയ്യണമെങ്കിലും സർക്യൂട്ട് വരയ്ക്കണമെങ്കിലും ഒക്കെ ട്രേസിങ് പഠിക്കണം. ട്രേസിങ് പഠിച്ചതിന് ശേഷം 2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ PCB സോഫ്റ്റ്വെയർ വരയ്ക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ അതുവരെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യൂ. അപ്പോൾ ആദ്യം മുഴുവൻ പരമാവധി കമ്പോണൻറ്റുകൾ പരിചയപ്പെടുക.
അതിൻ്റെ സിമ്പലുകൾ പരിചയപ്പെടുക, അതിനുശേഷം അത് പേപ്പറിൽ അത്യാവശ്യം വരച്ച് പഠിക്കുക. കണക്ഷനൊക്കെ ഒരുവിധം ആയി മനസ്സിലായി എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത സ്റ്റേജിലാണ് നമ്മളിതുപോലെ PCB വരയ്ക്കാൻ കിടക്കേണ്ടത്. ഇതും കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും PCB വരയ്ക്കാനും. അതുവരെ മറ്റുള്ളതൊക്കെ നോക്കുക, മനസ്സിലാക്കാം, കോപ്പി അടിക്കുന്നില്ല. നേരിട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന അറിവ് നേടാൻ വേണ്ടി മറ്റുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പ്രയോജനപ്രദമായ ബിഗിനേഴ്സിന് വേണ്ട വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.